ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. മൂന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ട്രയൽ റൺ ജൂണിൽ നടക്കും. സംസ്ഥാനത്ത് മുൻ വർഷങ്ങളിൽ അനുവദിച്ച ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ ധനം വകുപ്പിന്റെ അനുമതിക്ക് വിധേയമായി തുടരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. വിവിധ ജില്ലകളിലെ സാഹചര്യങ്ങൾ ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. തൊഴിലാളികളുടെ ജോലി സമയവും ഇതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ്, NCC പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബസ്റ്റോസ്, ടിൻ ഷീറ്റ് മേൽക്കൂരയുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇത്തരം വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം. തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കലാകായിക മത്സരങ്ങൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നടത്തരുത്. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നത് ഒഴിവാക്കണം. ലയങ്ങൾ, ആദിവാസി ആവാസ കേന്ദ്രങ്ങൾ മുതലായ ഇടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ തുടർച്ചയായി അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന ചൂട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സൂര്യാതപമേറ്റുള്ള ഒരു മരണവും ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പെയിന്റിംഗ് തൊഴിലാളിയായ ചക്കുംകടവ് സ്വദേശി ബിജേഷാണ് മരിച്ചത്. ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും ചൂട് ശക്തമായി തുടരുകയാണ്. ജില്ലയിൽ സൂര്യാതപമേറ്റ് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ തീരമേഖലയിലെ ജീവിതത്തെയും സാരമായി ചൂട് ബാധിച്ചിട്ടുണ്ട്. മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞു. ഇതേ തുടർന്ന് പലരും മത്സ്യബന്ധനത്തിന് പോകുന്നില്ലെന്ന് തീരവാസികൾ പറയുന്നു. രാവിലെയും വൈകിട്ടും ചൂട് കാരണം തീരപ്രദേശങ്ങളിൽ പുറത്തിറങ്ങാൻ മടിക്കുന്നുണ്ട്. തീരമേഖലയിൽ ഉൾപ്പെടെ ചൂട് കാരണം ചർമ്മസംബന്ധമായ അസ്വസ്ഥതകളും അനുഭവിക്കുന്നുണ്ട്. കാർഷിക മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങളും അലർജി സംബന്ധമായ അസുഖങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പാലക്കാട് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച വരെ ഇളവുകളോടെ തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂട്ടോറിയൽസ് എന്നിവയുടെ പ്രവർത്തനവും അഡീഷണൽ ക്ലാസുകൾ, സമ്മർ ക്ലാസുകൾ എന്നിവയും മെയ് 6 വരെ ഓൺലൈനായി മാത്രമേ നടത്താൻ പാടുള്ളൂ. തോട്ടം മേഖലകളിലെ ലയങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട്. കുടിവെള്ള ദൌർലഭ്യം പരിഗണിച്ച് നിലവിൽ മംഗലം, അപ്പർ ഭവാനി ഡാമുകൾ തുറന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്നും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണം പ്രാവർത്തികമാക്കി എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് പരിശോധിക്കാൻ യോഗം ബോർഡിനോട് നിർദ്ദേശിച്ചു. ലോഡ് ഷെഡിംഗിന് പകരമുള്ള ക്രമീകരണം സംബന്ധിച്ച് KSEB പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുത്ത ശേഷം സർക്കാരിനെ അറിയിക്കും. വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായി ഇതു സംബന്ധിച്ച് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ട്രയൽ റൺ ജൂണിൽ നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുറമുഖ നിർമ്മാണത്തിൽ വലിയ പുരോഗതിയുണ്ട്. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായതായും ക്രെയിനുകൾ പ്രവർത്തന സജ്ജമായതായും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ ആനന്ദ്, സുരേന്ദ്രനഗർ, ജുനഗഡ് എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മധ്യപ്രദേശിലുമാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 സീറ്റുകളിൽ ഈ മാസം 7-നാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലായി താൽക്കാലികമായി അനുവദിച്ചതും ഷിഫ്റ്റ് ചെയ്തതുമായ 178 ഹയർ സെക്കൻഡറി ബാച്ചുകൾ ധനകാര്യ വകുപ്പിന്റെ അനുമതിക്ക് വിധേയമായി തുടരുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% മാർജിനിൽ സീറ്റ് വർധന അനുവദിക്കും. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിലെയും ആലപ്പുഴയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെയും എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനിൽ സീറ്റ് വർധന അനുവദിക്കും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മാർജിനിൽ സീറ്റ് വർധനവ് അനുവദിക്കില്ല. വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ആരംഭിച്ച മെഗാ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ഇതിനു പുറമെ എല്ലാ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ മാർക്കറ്റുകൾ ജൂൺ 15 വരെ പ്രവർത്തിക്കും. കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ നിന്നും പുരോഹിത പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായ ഡീക്കൻ ജോസഫ് തേർമഠത്തിൽ തിരുപ്പട്ടം സ്വീകരിച്ചു. തൃശൂർ വ്യാകുലമാത ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്നുമാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം ആംഗ്യഭാഷയിൽ കുർബാന അർപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30-ന് ഹൈദരാബാദിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 1-ാമതും ഹൈദരാബാദ് 5-ാം സ്ഥാനത്തുമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 128 പോയിന്റ് നേട്ടത്തിൽ 74,611-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 43 പോയിന്റ് നേട്ടത്തിൽ 22,648-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 560 രൂപ വർദ്ധിച്ച് 53,000 രൂപയും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 6,625 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി തൊടുപുഴ നഗരത്തിന് സമീപവും കരിങ്കുന്നം, മുട്ടം പഞ്ചായത്തുകളിലും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു. ഡീൻ കുര്യാക്കോസ് MP, PJ ജോസഫ് MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുട്ടം, കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വാർഡ് മെമ്പർമാരും വനം വകുപ്പ് അധികൃതരും പങ്കെടുത്തു. അധികമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പുലിയെ പിടികൂടാൻ വിവിധയിടങ്ങളിലായി കൂടുകൾ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പുലിയെ നിരീക്ഷിക്കാൻ RR ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മേയറും കുടുംബവും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതേസമയം ബസിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ. ട്രയൽ റൺ ജൂണിൽ നടക്കും. സംസ്ഥാനത്ത് മുൻ വർഷങ്ങളിൽ അനുവദിച്ച ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ ധനവകുപ്പിന്റെ അനുമതിക്ക് വിധേയമായി തുടരാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.